ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ശുദ്ധജല അക്വേറിയത്തിലെ കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പരിചയപ്പെടുകയുണ്ടായി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല അക്വേറിയം തന്നെയാണിത്. അപ്പോൾ ആ വീഡിയോ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ അവിടെ മുതലാണ്. അവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ആളിനെ പരിചയപ്പെടാം. ഇത് തിലാപ്പിയാണ്. നമ്മൾ സാധാരണ പോണ്ടിലൊക്കെ, അതായത് നമ്മുടെ കുളങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി, അതായത് കഴിക്കാൻ വേണ്ടി വളർത്തുന്ന ഒരു ഫിഷാണ് തിലാപ്പിയ. പക്ഷേ ഞാൻ ഈ വൈറ്റ് കളറിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വൈറ്റ് കളറിൽ നല്ല സുന്ദരന്മാരായിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറെ നമ്മൾ സാധാ കാണുന്ന അതുണ്ട്. ഇപ്പം ഞാൻ കാണാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ടൈപ്പിനാണ് ഞാൻ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് ടൈപ്പിലുള്ളതാണ് കാണുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ആ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാറ്റീസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഇത് ബ്രീഡായത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വൈറ്റ് കളറൊന്നുമല്ല കുഞ്ഞുങ്ങൾ. ഞാനിതിൻ്റെ കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ, നേരത്തെ കണ്ട സെയിം അല്ല, വേറൊരു അരോണ, സിൽവർ അരോണയാണിത്. നേരത്തെ കണ്ടതിൻ്റെ അത്ര അങ്ങോട്ട് ഏകദേശം ആ ഒരു വലിപ്പമുണ്ട്. നമ്മൾ വീഡിയോയിൽ ഞാൻ പിന്നെയും പറയുകയാണ്, വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതും. അത് ഏകദേശം നമ്മൾ നേരത്തെ കണ്ട റെഡ് ടൈപ്പാണ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. എന്നാൽ ഇത് സിൽവർ കളറാണ്, നമ്മുടെ സിൽവർ അരോണയാണിത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ടാങ്കിലാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സും അതേപോലെ വുഡൊക്കെ, ഡ്രിഫ്റ്റ് വുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ലൈവ് പ്ലാന്റ് കാര്യങ്ങളൊന്നുമില്ല. അടിയിൽ കുറച്ച് മണലുണ്ട്, അതേപോലെ കുറച്ച് കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നും ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ തന്നെയാണ്. നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇതിലും. ഇവിടുത്തെ എല്ലാ ടാങ്കിലും അതെ കേട്ടോ, ഫിൽട്രേഷൻ എല്ലാത്തിലുണ്ട്. അടുത്ത ആൾ ആ ടൈഗർ ഓസ്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ ഓസ്കാർ എന്നൊക്കെ പറയുന്ന ഓസ്കാറാണ്. അപ്പോൾ ഈ ടാങ്കിലാണെന്നുണ്ടെങ്കിലും ഡ്രിഫ്റ്റ് വുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫിഷുണ്ട്, ഒരുപാട് ഓസ്കാറുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു ടൈപ്പ് അല്ലാതെ വേറെ ഓറഞ്ച് കളർ ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതപ്പോൾ ഈ കാണുന്ന ടൈപ്പ് ഇത് ആൽബിനോ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. റെഡ് ഐ ആണ് കണ്ടിട്ട്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഈ ഒരു രണ്ട് ടൈപ്പ് ഓസ്കാർ ഉണ്ട്. കാണാൻ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്, കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കുക. സൂപ്പറാണ്. നിങ്ങൾക്ക് ഈ ഒരു അക്വേറിയം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് മലമ്പുഴ ഡാമും ആ കാര്യങ്ങളൊക്കെയും കാണാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കോ ഫിഷാണ്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത്, എനിക്ക് ഈ ഫിഷിനെ കുറിച്ച് അറിയില്ല, ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിഷ്, കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വളർത്തുമെന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ലാതെ ഏകദേശം നമ്മുടെ പിരാന ഫിഷിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. രണ്ട് കളറിലുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ. അപ്പോൾ അടുത്ത ആൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഭീമനാണ്, നമ്മുടെ അലിഗേറ്ററാണ് ഇതുള്ളത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കണം, ഒരേ ഒരു കിടപ്പാണ്, എങ്ങോട്ടും അനങ്ങുന്ന ഒന്നുമില്ല. ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. അവിടെ അനങ്ങാതെ ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് നീന്തുന്നതോ അങ്ങനത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരേ ഒരു കിടത്ത് അവിടെ കിടക്കുകയാണ്, ഒരനക്കവും ഇല്ല.
അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ മാലാഖമാരെയാണ്, ഏഞ്ചൽ ഫിഷസ് ആണ്. അപ്പോൾ ഇതിൽ പല വെറൈറ്റിയിലുള്ള ഏഞ്ചൽസ് ഉണ്ട്. എനിക്കാകെ അറിയുന്ന ഏഞ്ചൽ ഫിഷ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഏത് വെറൈറ്റിയിൽ പെട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, കാണാനുള്ള സൂപ്പറായിട്ടുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിലും നല്ല പ്ലാന്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ടാങ്ക് തന്നെയാണ്. അടിയിൽ നന്നായിട്ട് സാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 2-3 ടൈപ്പ് ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ അടുത്ത ആൾ നമ്മുടെ അരാപൈമയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അലിഗേറ്ററിനെ പോലെ ഇങ്ങനെ അനങ്ങാതെ ഒരേ കിടക്കുകയാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കിടന്നൊന്ന് അടിച്ചതായിരിക്കുമെന്ന് തോന്നുന്നു, കലക്കിയതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മേത്ത് ചെറുതായിട്ട് മുറിവ് പറ്റിയ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് അനങ്ങാതെ കിടക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ടൈഗർ ഷാർക്കാണുള്ളത്. അപ്പോൾ ഇത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ പ്യുവർ വൈറ്റ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറിൽ അടിവശം വൈറ്റും മേൽഭാഗം ഏകദേശം ഒരു ബ്ലാക്ക് സിൽവർ പോലെ ആയിട്ടുള്ളൊരു ടൈപ്പും ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ടാങ്കിലാണെന്നുണ്ടെങ്കിലും പ്ലാന്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അടിയിൽ മണൽ മാത്രമാണുള്ളത്, പ്ലാന്റ്സ് ഒന്നും ഇതിലിട്ടിട്ടില്ല. ഇത് ബ്ലൂ ആൻഡിയാസ്, അതല്ലെന്നുണ്ടെങ്കിൽ പർപ്പിൾ ആൻഡിയാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ ഫിഷിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എഴുതി വെച്ച പേര് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫിഷിനെ കാണുന്നത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആക്റ്റീവാണ്, എല്ലാവരും നല്ല ആക്റ്റീവാണ്. പിന്നെ അവരുടെ ടാങ്കിൻ്റെ ഒരു കോർണറിലായിട്ട് ഈ ഒരു ഫിഷ് ഉണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവരും ഈ ഒരു മൂലയ്ക്ക് വന്നിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരങ്ങളെ കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് എന്താ പറയുക, ഏകദേശം ഒരു 8-10 അടി വലിപ്പമുള്ള ഒരു പ്ലാന്റ് ടാങ്കിൽ നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് പോവും. പലതരത്തിലുള്ള ഗപ്പികൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഫീമെയിൽസ് കൂടുതലായിട്ട് കണ്ടത് ഈ ഒരു ടൈപ്പാണ്. ഇത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ വൈറ്റ് ടെക്സ്റ്റ് ഇതിനകത്തുണ്ട്. പിന്നെ ഒരു യെല്ലോ ടൈപ്പ് കിടക്കുന്നുണ്ട്. ഇത് കളറൊക്കെ എന്താ പറയുക, എല്ലാം കൂടെ ക്രോസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഫീമെയിൽ ഏതാണ്, ഈ ഫീമെയിൽസ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈപ്പാണ് ഇതിലുള്ളത്. ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, ഈ ഒരു ടൈപ്പാണുള്ളത്. അപ്പോൾ ഇത് ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനിപ്പോൾ വേറെ ഏതെങ്കിലും ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നപ്പോൾ അങ്ങനെ വന്നതാണോ എന്ന് അറിയില്ല. സംഭവം കണ്ടിട്ട് ഗപ്പി തന്നെയാണെന്ന് തോന്നുന്നു. ഇനി ഗപ്പിയും പ്ലാറ്റിയും ക്രോസ് ആയിട്ട് വന്നതാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയാത്തതുകൊണ്ടാണോ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്ന് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ടാങ്ക് സൂപ്പറാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലാന്റ്സ് എല്ലാം അതിനകത്ത് വെച്ച്, അതേപോലെ ഡ്രിഫ്റ്റ് വുഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ കണ്ടതിൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുക ഗപ്പീസിന് തന്നെയാണല്ലോ. എത്ര വലിയ അടിപൊളി ഫിഷ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുക ഗപ്പീസിന് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് വലിയൊരു ടാങ്കിൽ ഇങ്ങനെ പ്ലാന്റഡായി ചെയ്തുകൊണ്ട് ആരാണെന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്ന് പോകും. പിന്നെ അതിൽ അടിയിൽ നോക്കിയപ്പോഴാണ് ഒരുപാട് ഗപ്പീസ് ഡെഡായി കിടക്കുന്നുണ്ട്. അപ്പം ആ ഡെഡായതിനെല്ലാം ബാക്കി ഫിഷുകൾ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് ഡെഡായി പോയതാണോ എന്നും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗപ്പീസിൻ്റെ ടാങ്ക് സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു ഈൽ ഇനത്തിൽപ്പെട്ടിട്ടുള്ളൊരു ഫിഷാണ്. മൊറേ ഈൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ പേര് കൊടുത്തിട്ടുള്ളതും ചിത്രത്തിലുള്ളതും ഇവിടെ കാണുന്ന എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ്, മൊറേ ഈൽ തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും കല്ലിൻ്റെ ഇടയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ടാങ്കിലാണെന്നുണ്ടെങ്കിലും പ്ലാന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പ്ലാന്റ് ടാങ്കിൽ നമ്മുടെ ഡിസ്കസ് കിടക്കുന്നുണ്ട്. കാണാൻ സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വാട്ടറെല്ലാം നല്ല പക്ക ക്രിസ്റ്റൽ ക്ലിയറിൽ ആയതുകൊണ്ട് തന്നെ ഫിഷ് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിലൊരു 1-2 വെറൈറ്റി ഡിസ്കസ് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡിസ്കസിൻ്റെ പേരൊന്നും അറിയില്ല, ഏത് ഇനത്തിൽപ്പെട്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ചിങ്ങോട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് റെഡിഷായിട്ട് കിടക്കുന്നുണ്ട് വേറെ കുറച്ച് എണ്ണം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് നല്ല നീളത്തിൽ കുറേ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ട ഫിഷുകൾ തന്നെ ആയതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രാബ് ഞണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലതിൻ്റെയൊക്കെ ഇറുക്കുന്ന കൈ ഉണ്ടല്ലോ, കാലോ അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചിലതിനൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1-2 കളർ വ്യത്യാസത്തിലൊക്കെ ഉള്ള 1-2 ടൈപ്പിലുള്ള ക്രാബ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവന്മാരുടെ പേരൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇതിൽ 2-3 ടൈപ്പ് ഫിഷസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ബാക്കി കാണുന്നവർക്കും കൂടി അത് പുതിയൊരു അറിവായിരിക്കുമല്ലോ. അപ്പോൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെ കാണാൻ നല്ല ഡ്രസ്സുണ്ട്, ബ്ലാക്ക് ലൈനൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും ഈ ഫിഷിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതിൽ ഒരുവിധമൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള തന്നെ വീഡിയോസിൽ പോലും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന ഫിഷുകളാണ് മിക്കതും. പിന്നെ നമ്മുടെ ലോബ്സ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവന്മാർ ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു മൺപാത്രത്തിനകത്ത് കയറി കിടക്കുകയാണ്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം ഇപ്പുറത്ത് കിടപ്പുണ്ട്, ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൊമ്പ് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെറുതായിട്ട് കാണുകയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റെഡിമെയ്ഡ് അക്വേറിയം പോലെ ഇങ്ങനത്തെ അക്വേറിയങ്ങളിൽ പ്ലാന്റഡായിട്ട് കുറേ ഫിഷസിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അക്വേറിയം അല്ല, ഇഷ്ടംപോലെ അക്വേറിയം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് പ്ലാന്റഡാണ്, ചിലത് പ്ലാന്റഡ് അല്ല. അങ്ങനെ ഒരുപാട് അക്വേറിയങ്ങൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ലൈറ്റും എല്ലാം ഒന്നിച്ച് വരുന്നതാണെന്ന് തോന്നുന്നു, ഫിൽട്രേഷൻ എല്ലാം കൂടി ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പുറത്തേക്കല്ല അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ചെറിയൊരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ അത്ര കുഴിയുള്ള ടാങ്കുകളൊന്നുമല്ല. അതിൽ നമ്മുടെ കോയിക്കാർപ്പ്, എനിക്ക് കറക്റ്റ് പേരറിയില്ല, കോയിക്കാർപ്പിൻ്റെ അതുപോലെ എനിക്ക് അതിൻ്റെ വലിയ സൈസിലുള്ള ഫിഷാണ് ഇവിടെ. അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഐഡിയ വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിൽ ആ ഒരു കോയിക്കാർപ്പിൻ്റെ അത് മാത്രമല്ല, അല്ലാതെയും വേറെയും പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നിന്നപ്പോൾ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ തോന്നുന്നു എല്ലാം കൂടെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മേലെ നിന്നുള്ള ലൈറ്റും എല്ലാം കൂടെ ആകുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്റ്റാർ ഫിഷ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് റെഡിമെയ്ഡ് എന്തോ ഒരു ഡെമ്മി പോലെ ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അനങ്ങുന്നൊന്നുമില്ല. പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ ടാങ്കിനോട് ചേർന്നിട്ട് ഒരു റെഡ് കളർ, അത് കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ജീവനുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ മൂവ്മെൻറ്റ്സോ അനങ്ങുന്നൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടിട്ട് ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ വേറെയും ടൈപ്പിലുള്ള സ്റ്റാർ ഫിഷിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറിജിനലാണോ അല്ലേന്ന് അറിയുന്ന ഒരു വഴിയില്ല, ഇവർ അനങ്ങുന്നൊന്നുമില്ല, ഏതാണെന്നുണ്ടെങ്കിലും അനങ്ങുന്നൊന്നുമില്ല. പിന്നെ അതിനിടയ്ക്ക് വേറൊരു മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് വന്നിട്ട് പോയി, ഒരു മിന്നായം പോലെ വന്നിട്ട് പോവുക ചെയ്തത്. അതിനകത്തൊന്ന് വരുന്നുണ്ട്. ഇവൻ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരെണ്ണം തന്നെ ഉള്ളൂന്ന് അറിയില്ല, പിന്നെ കണ്ടതുമില്ല. പിന്നെ അതുപോലെ നമുക്ക് പുറത്തോട്ട് വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു തൂണിന് ചുറ്റുമായിട്ട് അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഫിഷ് എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കൂട്ടത്തോടെ ഇങ്ങനെ നമ്മൾ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു അക്വേറിയം കാണാം. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ആകൃതിയുള്ള അക്വേറിയമാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. ഞാനും ഇതിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഞാൻ ആദ്യമായിട്ട് വന്ന് കാണുകയാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ആ കോയിക്കാർപ്പ് വലിയ ഫിഷ് കണ്ടില്ലേ, ഞാൻ നേരത്തെ വരുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ടാങ്കിലാണ്, ഈ ഒരു തടാകത്തിലാണ് ആ കോയിക്കാർപ്പ് ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളവിടുന്ന് മേടിച്ചിട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ആമകൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഫിഷുകളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ വായ പോലുള്ള അതിനകത്തൂടെയാണ്. അപ്പോൾ ഇതിന് 2 സൈഡിലായിട്ടും ഇതേപോലെ ടാങ്കുകൾ. അപ്പോൾ അന്നങ്ങനെ ഒരുപാട് ടാങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഈല് കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ആ ടാങ്കിൽ തന്നെ ഒരു വലിയ ഈല് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ഫിഷൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു മെയിൻ ബിൽഡിംഗ് തന്നെയാണ് കൂടുതലായിട്ട് കാഴ്ചകളൊക്കെ ഉള്ളൂ. ഒരുവിധം ടാങ്കുകളെല്ലാം ഫിഷുകളൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു കോപ്പർ ഓസ്കാർ ഉണ്ടല്ലോ, അത് കിടക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എല്ലാത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം മേലെ എഴുതി വെച്ചിട്ടുള്ളത് ഒരെണ്ണം, ടാങ്കിനകത്ത് കിടക്കുന്ന വേറെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ അങ്ങനെ കൂടുതൽ കാണാനില്ല, എങ്കിൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് ഇവിടെ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പേരൊന്നും പറയുന്നില്ല. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കുറേ ടാങ്കുകളൊക്കെ ഫിഷുകളൊന്നുമില്ല, അങ്ങനെ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് ആയതുകൊണ്ടാണോ ഇവിടെ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുവിധം ടാങ്കുകളെല്ലാം കാലിയായി കിടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഒറിജിനലല്ല, പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ്. എന്താണെന്നുണ്ടെങ്കിൽ ഉള്ള ഫിഷുകളും ആ ടാങ്കുകളെല്ലാം നല്ല ക്ലീനാണ്, പക്ക ക്ലീനായിട്ടുള്ള വാട്ടറും ഫിൽട്രേഷനും എല്ലാം ഉള്ള ടാങ്കുകൾ തന്നെയാണ്, എല്ലാം അടിപൊളി തന്നെയാണ്. എങ്കിലും ഇവിടെ കുറേ ടാങ്കുകൾ ഫിഷൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിപ്പോൾ കാണാത്തവർ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആ പുതിയ ബിൽഡിങ്ങുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണ്, പുറത്തുനിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പാലക്കാടൊക്കെ വരാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്തായാലും കാണണം. നമ്മൾ നേരത്തെ കണ്ട അലിഗേറ്റർ, അതിൻ്റെ വേറെ ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ ഒരു സിൽവർ അരോണ, നേരത്തെ കണ്ടതിൻ്റെ കുറച്ചും കൂടെ ചെറിയ ടൈപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 2 വീഡിയോയിലും കൂടെ ആയിട്ട് ഒരുവിധം എല്ലാ ഫിഷിനെയും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ല അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.